ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ബ്ലോക്കിലുള്ള തിയറി ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലുള്ള തിയറി ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നമ്മൾ ക്ലാസ് എല്ലാം വളരെ കംപ്ലീറ്റ് ആയതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് കേട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതിൽ ആ പ്രോബ്ലംസ് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും ടൈം പോലെ ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഒരു ഇതിലേക്ക് പോവുകയാണ്. അതിൽ 2 യൂണിറ്റ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യനും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും, രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യനും എടുക്കുന്നുണ്ട്. പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ മുഴുവൻ പ്രോബ്ലമാണ്. വൈ ഈസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ കൺസൈനർ? എന്തിനാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്? ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ. കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷനിലെ പ്രോഫിറ്റും ലോസും കണ്ടെത്താൻ, അതേപോലെ തന്നെ റെക്കോർഡ് ഓൾ കൺസൈൻമെൻറ്റ് റിലേറ്റഡ് എക്സ്പെൻസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ്ലി ഫ്രം നോർമൽ ബിസിനസ് ട്രാൻസാക്ഷൻ. നോർമൽ ബിസിനസ് ട്രാൻസാക്ഷനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പിന്നെ നമ്മുടെ കൺസൈൻമെൻറ്റിലെ സ്റ്റോക്ക് എത്ര, കൺസൈൻമെൻറ്റിലെ സെയിൽസ് എത്ര, കൺസൈൻമെൻറ്റിലെ എക്സ്പെൻസ് എത്ര, അത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് ദ എക്സാക്ട് റിസൾട്ട് ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിലുള്ള എക്സാക്ട് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ്. വാട്ട് യു മീൻ ബൈ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഇൻ കൺസൈൻമെൻറ്റ്? കൺസൈൻമെൻറ്റിലെ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്താണ് എന്നുള്ളതാണ്. ഇത് 8ാമത്തെ ക്വസ്റ്റ്യനും ഇതേ ഒരു സാധനം വരുന്നുണ്ട്. നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരിക്കൽ മാത്രം ഗുഡ്സ് സെയിൽ ചെയ്യുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു തവണ മാത്രം നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസ് ആണ് എന്താണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. Non-recurring expense in consignment are those expenses which are incurred only once to bring the goods to a saleable condition and to the consignee's place. കൺസൈനിൻ്റെ പ്ലേസിൽ എത്തിക്കാനുള്ള ഒറ്റ തവണ ചിലവാക്കുന്ന ചിലവുകളാണ് കേട്ടോ സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. കാരേജ്, ഫ്രൈറ്റ്, ലോഡിങ്, അൺലോഡിങ്, ഇൻഷുറൻസ്, കസ്റ്റം ഡ്യൂട്ടി, ഡോഗ് ചാർജ് പോലത്തെ കാര്യങ്ങളൊക്കെ. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ പറയുന്നുണ്ട്. ദീസ് എക്സ്പെൻസസ് ആർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഫോർ വാല്യൂയിങ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പം ഈ നോൺ റെക്കറിങ് എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എക്സ്പ്ലെയിൻ കൺസൈൻമെൻറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. കൺസൈൻമെൻറ്റ് ഈസ് എ ബിസിനസ് അറേഞ്ച്മെൻറ്റ്. കൺസൈൻമെൻറ്റ് ഒരു ബിസിനസ് അറേഞ്ച്മെൻറ്റ് ആണ്. ഇൻ വിച്ച് ഗുഡ്സ് ആർ സെൻഡ് ബൈ ദ ഓണർ. കൺസൈനർ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും ടു ഏജൻറ്റ്. ഒരു ഏജൻറ്റ് കോൾഡ് കൺസൈനി ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ചെയ്യാൻ വേണ്ടി ഗുഡ്സ് എന്ത് ചെയ്യും, കൺസൈനിക്ക് കൺസൈനർ അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ബിസിനസ് അറേഞ്ച്മെൻറ്റ് ആണ് കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻ വിത്ത് ദ കൺസൈനർ അൻറ്റിൽ ദ ഗുഡ്സ് ആർ സോൾഡ്. ഓണർഷിപ്പ് ആരെടുത്താ, കൺസൈനർ എടുത്താണ്ടാവുക ഗുഡ്സ് സെയിൽ ചെയ്യുന്നവരെ. ഗുഡ്സ് സെയിൽ ചെയ്താൽ പിന്നെ ആരെടുത്തായി മാറി, കസ്റ്റമറിൻ്റെ അടുത്തായി മാറി. അപ്പോൾ കൺസൈനി ഒരിക്കലും ഓണർ ആവുന്നില്ല. ദ കൺസൈനി സെൽസ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ ആൻഡ് ഏൺ കമ്മീഷൻ ഫോർ ദിസ് സർവീസ്. കൺസൈനി എന്ത് ചെയ്യും, കൺസൈനർക്ക് വേണ്ടിയിട്ട് ഇത് സെയിൽ ചെയ്ത് കൊടുക്കും, എന്നിട്ട് അതിന് അയാൾ കമ്മീഷൻ ഏൺ ചെയ്യും എന്നുള്ളതാണ്. ഇനി ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്ന് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്താണ്, കൺസൈനർ ആയിരിക്കും ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നവരെ ഓണർ എന്നുള്ളത്. സെയിൽസ് ആണെങ്കിലോ ഒരു ബയ്യർക്ക് ചെയ്യുന്നതോടുകൂടെ അല്ലേ, ഒരു ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതോടുകൂടെ എന്തായി മാറി, ബയ്യറായി അതിൻ്റെ ഓണർ എന്നുള്ളതാണ്. ഇവിടെ റിലേഷൻഷിപ്പ് എന്താണ്, കൺസൈൻമെൻറ്റിൽ പ്രിൻസിപ്പൽ ഏജൻറ്റ് അല്ലെങ്കിൽ കൺസൈനി റിലേഷൻഷിപ്പാണ്. സെയിൽസിൽ സെല്ലറും ബയ്യറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. റിസ്ക് ഓഫ് ലോസ് ആരാ ഇത് ചെയ്യേണ്ടത്, കൺസൈൻമെൻറ്റിൽ കൺസൈനിയാണ് എന്ത് ചെയ്യേണ്ടത്, കൺസൈനറാണ് റിസ്ക് ഓഫ് ലോസ് എന്ത് ചെയ്യേണ്ടത്, ബിയർ ചെയ്യേണ്ടത്. ഇവിടെ ബയ്യർ ആയിട്ടുള്ള ആൾ, അയാൾ എടുത്തെത്തി കഴിഞ്ഞാൽ അയാളെ ഗുഡ്സാണ്, അതിൽ നഷ്ടമെന്ന് അയാൾ തന്നെ സഹിക്കണം, ബയ്യർ സഹിക്കണം. റിട്ടേൺ ഓഫ് ഗുഡ്സ്, അൺസോൾഡ് ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺഡ്. അൺസോൾഡ് ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ഗുഡ്സ് നോർമലി റിട്ടേൺ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അൺസോൾഡ് ഗുഡ്സ് എന്തായാലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം, അല്ലാത്ത നോർമലി എന്ത് ചെയ്യൂല, റിട്ടേൺ ചെയ്യാൻ പറ്റൂല നോർമൽ കേസിൽ. ഇതിൽ സെയിലിൽ അല്ലേ, ഒരു ഹോൾസെയിലോ റീറ്റെയിലർക്ക് സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തിരിച്ചയക്കാന്നല്ലാതെ അല്ലാത്ത സാധനം അങ്ങോട്ട് തിരിച്ചെന്തായാലും എന്ത് ചെയ്യാൻ പറ്റൂല, അയക്കാൻ പറ്റൂല. ഇൻകം, കൺസൈനി ഗെറ്റ്സ് കമ്മീഷൻ. കൺസൈനി കമ്മീഷൻ കിട്ടും, സെല്ലർക്ക് എന്താ കിട്ടുക, ഗുഡ്സിന് സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റാണ് കിട്ടുക. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇവിടെ സെയിൽസ് അക്കൗണ്ടാണ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക.
ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വേരിയസ് കമ്മീഷൻ പെയ്ഡ് ബൈ കൺസൈനർ ടു കൺസൈനി. കൺസൈനിക്ക് കൊടുക്കുന്ന വ്യത്യസ്ത കമ്മീഷൻ. ഒന്ന് ഓർഡിനറി കമ്മീഷൻ ഉണ്ട്, മറ്റൊന്ന് ഓവർ റൈഡിങ് കമ്മീഷൻ ഉണ്ട്, മറ്റൊന്ന് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഉണ്ട്. വളരെ വിശദമായി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്ന സെയിൽസിൻ്റെ മേലുള്ള എന്ത് ചെയ്യാണ് ഒരു നിശ്ചിത ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കുന്നതാണ് ഓർഡിനറി കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസിൻ്റെ മേലെ എന്തെങ്കിലും കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുകയാണ്. അതായത് കൺസൈനി ക്രെഡിറ്റ് സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് സെയിൽ നടക്കുകയും അതിലുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ ലോസ് കൺസൈനി ബിയർ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ രീതിയിൽ പിന്നെ കൺസൈനി എക്സ്ട്രാ റിസ്ക് എടുക്കല്ലേ, അപ്പോൾ ആ എക്സ്ട്രാ റിസ്കിന് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനറി കമ്മീഷൻ ഈസ് പെയ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ഫോർ ദ നോർമൽ സർവീസ് ഓഫ് സെല്ലിംഗ് ഗുഡ്സ്, കളക്ടിങ് മണി ആൻഡ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ്. ഇതിനൊക്കെ ഓർഡിനറി കമ്മീഷൻ കൊടുക്കുന്നത്. ഇനി ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ കമ്മീഷൻ പെയ്ഡ് ടു ദ കൺസൈനി ടു മേക്ക് ഹിം റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഡെറ്റ് അറൈസിങ് ഫ്രം ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിലിലൂടെ വരുന്ന ബാഡ് ഡെറ്റ് റെസ്പോൺസിബിൾ ആവാണ്ട് കൺസൈനിക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ദ റിസ്ക് ഓഫ് നോൺ പേയ്മെൻറ്റ് ബോൺ ബൈ കൺസൈനി. ഈ ക്രെഡിറ്റ് ബാഡ് ഡെറ്റ് പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ആര് ഏറ്റെടുക്കും? കൺസൈനി ഏറ്റെടുക്കും. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അഡീഷണൽ കമ്മീഷൻ പെയ്ഡ് ടു എൻകറേജ് കൺസൈനി ടു ഇൻക്രീസ് സെയിൽസ് ഓർ സെൽ ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇൻവോയ്സ് പ്രൈസ്. സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിനേക്കാളും വലിയ പ്രൈസിൽ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അഡീഷണലി കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ഓൺ ദി എക്സസ് എമൗണ്ട് റിയലൈസ്ഡ് ഓർ ടോട്ടൽ സെയിൽസ്. അല്ലേ, ഇൻവോയ്സ് സെയിൽസിനേക്കാളും കൂടുതൽ എന്ത് സെയിൽസ് ആണുള്ളത് ആ എമൗണ്ടിനാണ് കച്ചവടം ചെയ്യാന്ന് പറയുന്നത്. അതൊക്കെയാണ് പറയുന്നത്. ഇനി പെർഫോമ ഇൻവോയ്സും അക്കൗണ്ട് സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് അയക്കുന്ന ഗുഡ്സ് ഇന്ന കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിന് ഇത്രയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പെർഫോമ ഇൻവോയ്സ്. ഇനി കൺസൈനർക്ക് ഗുഡ്സ് ഒക്കെ വിറ്റതിന് ശേഷം ഇന്നത് വിറ്റു, ഇന്നതാണ് ഡീറ്റെയിൽ, ഇത്രയും കൊടുക്കാനുള്ളത്, ഇത്രയാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ കാണിക്കുന്നതാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞത്. അതിൻ്റെ മീനിങ് ആ രീതിയിൽ വരുന്നത്. അപ്പോൾ പെർഫോമ ഇൻവോയ്സ് കൺസൈനിക്ക് അയക്കുന്നതാണ്, അക്കൗണ്ട് സെയിൽ കൺസൈനർക്ക് അയക്കുന്നതാണ്. അത് നല്ലപോലെ മനസ്സിലാക്കുക. പർപ്പസ് എന്തിനാണ്? ടു ഇൻഫോം ഇൻ പെർഫോമ ഇൻവോയ്സ് ടു ഇൻഫോം അബൌട്ട് ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് ടേംസ് ഓഫ് ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്ത ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി, പ്രൈസും കാര്യങ്ങളും ഇൻഫോം ചെയ്യാനാണ്. എന്നാൽ അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട അതുപോലെ എക്സ്പെൻസ് എത്ര ഇൻക്വയർ ചെയ്തു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൺസൈനർക്ക് അയക്കുന്നതാണ്. പിന്നെ ടൈം ഓഫ് ഇഷ്യൂ. അക്കൗണ്ട് സെയിൽ പെർഫോമ ഇൻവോയ്സ് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അയക്കുന്നതാണ്. എന്നാൽ അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞത് ഗുഡ്സ് സോൾഡ് ചെയ്തതിനു ശേഷം അയക്കുന്നതാണ്. ഓക്കെ. കണ്ടന്റ്, ഈ പെർഫോമ ഇൻവോയ്സിലെ കണ്ടന്റ് കോസ്റ്റ് എത്രയാണ്, ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്, കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, പാക്കിംഗ്, ഫ്രൈറ്റ് ചാർജ്, ഇത്തരം സാധനങ്ങളൊക്കെ എഴുതുക. അക്കൗണ്ട് സെയിലിൽ സെയിൽ പ്രൊസീഡ്സ് എത്രയാണ്, എക്സ്പെൻസ് എത്ര, കമ്മീഷൻ എത്ര, ബാലൻസ് എത്ര, ഇത്രയും കാര്യങ്ങളാണ് അതിലെന്ത് ചെയ്യുക, കാണിക്കുക. പിന്നെ നേച്ചർ പറയുന്നുണ്ട്. ഒന്ന് ഇൻഫോർമേറ്റീവ് ഡോക്യുമെൻ്റ് ആണ്, ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. മറ്റേതൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റുള്ള ഫീച്ചറാണ് പറയുന്നത്. ഒന്ന്, ഗുഡ്സ് ആർ സെൻഡ് ബൈ കൺസൈനർ ടു കൺസൈനി ഫോർ സെയിൽ. ഗുഡ്സ് കൺസൈനിക്ക് സെയിലിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കൺസൈൻമെൻറ്റിൻ്റെ ഫീച്ചറാണ്. രണ്ടാമത്തെ, ഓണർഷിപ്പ് റിമെയിൻ വിത്ത് കൺസൈനർ അണ്ടിൽ ദ ഗുഡ്സ് ആർ സോൾഡ്. ഗുഡ്സ് സെയിൽ ചെയ്യുന്നവരെ ഓണർഷിപ്പ് കൺസൈനറിൻ്റെ ഓണർഷിപ്പിലാണ് ഉണ്ടാവുക, കൺസൈനിൻ്റെ അല്ല, കൺസൈനറുടെ. ദ കൺസൈനി ആക്ട് ആസ് എൻ ഏജൻറ്റ് നോട്ട് എ ബയ്യർ. കൺസൈനി എന്താണ്? ഒരു ഏജൻറ്റ് മാത്രമാണ്, അല്ലാതെ ബയ്യർ അല്ല, ഗുഡ്സിൻ്റെ ബയ്യർ അല്ല. ദ കൺസൈനി ഏൺ കമ്മീഷൻ ഫോർ ഹിസ് സർവീസ്. കൺസൈനിക്ക് എന്താ കിട്ടുക? കമ്മീഷനാണ് കിട്ടുക. പിന്നെ റിസ്ക് ഓഫ് ലോസ് ഓർ ഡാമേജ് ടു ഗുഡ്സ് ഈസ് ബോൺ ബൈ ദ കൺസൈനർ. ഈ ഡാമേജിൻ്റെയും ലോസിൻ്റെയും ഒക്കെ നഷ്ടം ആരാ ബോൺ ചെയ്യുക? കൺസൈനറാണ് ബോൺ ചെയ്യേണ്ടത്. അൺസോൾഡ് ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺ ടു ദ കൺസൈനർ. അൺസോൾഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ കൺസൈനിക്ക് എന്ത് ചെയ്യുക? കൺസൈനറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ നോൺ റിക്കറിങ് എക്സ്പെൻസ് ഇൻ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിലെ നോൺ റിക്കറിങ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിളും പിന്നെ അതിന് രണ്ട് നോൺ റിക്കറിങ് എക്സ്പെൻസുകളുടെ പേരുകൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുകളും കൊടുത്തിട്ടുണ്ട്. നോൺ റിക്കറിങ് എക്സ്പെൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൺസൈനീൻ്റെ പ്ലേസിലേക്ക് സെയിലബിൾ കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന എല്ലാ എക്സ്പെൻസും ഒരു തവണ മാത്രമേ അത് ചിലവാക്കുള്ളൂ. അങ്ങനത്തെ എക്സ്പെൻസാണ് കൺസൈനീൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നോൺ റെക്കറിങ് എക്സ്പെൻസിന് ഉദാഹരണങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. കൺസൈനറിൻ്റെ അടുത്ത് പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഫോർവേഡിങ് ചാർജ്,
അതുപോലെ തന്നെ ഡോക്ക് ഡ്യൂ, ഹാൻഡ്ലിംഗ് ചാർജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്. ഇനി കൺസൈനീൻ്റെ അടുത്തുള്ള അൺലോഡിങ്, റെയിൽവേ ഡ്യൂ, ഡോക്ക് ഡ്യൂ, ഇമ്പോർട്ട് ഡ്യൂ, കസ്റ്റം ഡ്യൂ, ഒക്ട്രോയ്, അതുപോലെ തന്നെ കാരേജ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അത്തരം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 5 മാർക്കിലും ഒന്നുകൂടായി ഒന്നുമില്ല, ഡിഫറൻസസ് ഒക്കെ ചോദിക്കുമ്പോൾ. ഇനി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് കൺസൈൻമെന്റ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലുള്ള കൺസൈൻമെന്റ് എന്താണെന്ന് വിശദീകരിക്കാനും അതുപോലെ തന്നെ ഇതിലുള്ള പാർട്ടീസ് ആയിട്ടുള്ള കൺസൈനറിൻ്റെയും കൺസൈനിൻ്റെയും ഒക്കെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുഡ്സ് ഒരാൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന ഇതാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഓണർഷിപ്പ് ആരടുത്താണ് നിൽക്കുക? ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻസ് വിത്ത് ദ കൺസൈനർ. കൺസൈനറിൻ്റെ അടുത്ത് നിൽക്കും ഏതുവരെ? കൺസൈനി അത് സെയിൽ ചെയ്യണവരെ. അതേപോലെ തന്നെ ദ കൺസൈനി സെൽസ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർ. കൺസൈനർക്ക് വേണ്ടിയാണ് ഈ ഗുഡ്സൊക്കെ സെയിൽ ചെയ്യുന്നത്. അതിന് കമ്മീഷൻ കൺസൈനിക്ക് എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. പിന്നെ അക്കൗണ്ടിങ്ങിൽ ഇത് എന്ത് ചെയ്യണം? ഇതിനൊരു സ്പെഷ്യൽ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി റോൾസ് എന്താണ്? കൺസൈനർ റോൾ നോക്കുക, ഓണർ ഓഫ് ഗുഡ്സ് ആണ് അയാളുടെ റോള്. കൺസൈനറുടെ റോൾ എന്താ? ഓണർ ഓഫ് ഗുഡ്സ് ആണ്. അയാൾ ഗുഡ്സ് സെൻഡ് ചെയ്യും കൺസൈനിക്ക്. എല്ലാ മേജർ റിസ്ക്കും കൺസൈനറാണ് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക കൺസൈനറാണ്. അതുപോലെ തന്നെ സെയിൽ പ്രൊസീഡ്സ് എല്ലാം ആർക്കാ കിട്ടുക? ലാസ്റ്റ് കൺസൈനർക്കല്ലേ കിട്ടുക. അതുപോലെ തന്നെ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കും. ഇതൊക്കെയാണ് അയാളുടെ റോള്. കൺസൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ആസ് എൻ ഏജന്റായി വർക്ക് ചെയ്യാണ്. സെൽ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് കൺസൈനിയുടെ പിന്നെ റോള് എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ ഒരിക്കലും ഓണർ ആവില്ല. പിന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുക കൺസൈനിയാണ്. അക്കൗണ്ട് സെയിൽ കൺസൈനർക്ക് അയച്ചു കൊടുക്കും. കമ്മീഷൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇയാളുടെ റോള് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺസൈൻമെൻറ്റ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല സ്പീഡ് തോന്നുന്ന ആളുകൾ 1 എന്നുള്ളത് 0.75 0.50 ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ സ്പീഡിൽ കേൾക്കാൻ പറ്റും. സ്പീഡ് കുറവാന്ന് തോന്നുന്ന ആളുകൾ 1.5 2 ഇട്ടിട്ട് അങ്ങനെയും കേൾക്കാൻ പറ്റും. കാരണം ഇനി എക്സാം എടുത്തു, അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അരമണിക്കൂർ കൊണ്ട് മേജർ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈവൻ ഞാൻ ലൈവിൽ നിന്ന് പോലും മാറി നിൽക്കാനുള്ള കാരണം ലൈവിൽ വളരെ ടൈം നമുക്ക് പോകും, പക്ഷേ എഫക്റ്റീവ് ആവില്ല. പക്ഷേ ലൈവിൽ 1.5 മണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനം ഇവിടെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1.5 മണിക്കൂർ ചിലപ്പോൾ 2-3 ചാപ്റ്റേഴ്സിലേക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. അതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസൈനർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? മാർക്കറ്റ് എക്സ്പാൻഷൻ അല്ലേ? കൺസൈനർക്ക് അയാളുടെ ബിസിനസ് എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഒരു മാധ്യമമാണ്. കാരണം ഗുഡ്സ് എല്ലാം വ്യത്യസ്ത ഏരിയയിലേക്ക് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക, ഓരോ എന്ത് ചെയ്തോളും? സെയിൽ ചെയ്തോളും. അപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഷൻ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കൺട്രോൾ ഓവർ ഓണർഷിപ്പ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. ഓണർഷിപ്പ് റിമെയിൻ വിത്ത് ദ കൺസൈനർ. അതും എന്താണ്? അൺസോൾഡ് ഗുഡ്സ് ഒക്കെ തിരിച്ച് മാനുഫാക്ചറിന് എടുക്കുക എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. റെഡ്യൂസ്ഡ് സെല്ലിംഗ് എഫേർട്ട്, സെയിൽ ചെയ്യാനുള്ള എഫേർട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാണ്? കുറയാണ് കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സെയിൽസ് ആക്ടിവിറ്റി ഒക്കെ ആര് ചെയ്തോളും? കൺസൈനി ചെയ്തോളും. അതുപോലെ തന്നെ എൻകറേജ്മെന്റ് ത്രൂ കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷനൊക്കെ കൊടുത്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഹയർ പ്രൈസിന് വിറ്റാലേ അങ്ങനെ എൻകറേജ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ബാഡ് ഡെറ്റ് ആര് ഏറ്റെടുക്കണം? കൺസൈനർ ഏറ്റെടുക്കണം. ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കണമെങ്കിൽ ഏറ്റെടുക്കണ്ട കേട്ടോ. പക്ഷേ ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് ആര് ഏറ്റെടുക്കണം? കൺസൈനർ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഡിലേ ഇൻ റിസീവിങ് മണി, പലപ്പോഴും അക്കൗണ്ട് സെയിൽ 3 മാസം 4 മാസം കൂടുമ്പോഴൊക്കെ അയക്കുണ്ടാവുക. അപ്പോൾ ആ പൈസ കിട്ടാൻ കുറേ താമസം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നഷ്ടപ്പെട്ട ഗുഡ്സ്, ഡാമേജ് ആയ ഗുഡ്സിൻ്റെ ഒക്കെ റിസ്ക് കൺസൈനർ ഏറ്റെടുക്കണം. അപ്പോൾ ഇയാൾ കൺസൈനിനെ സംബന്ധിച്ചിടത്തോളം കൺസൈനിക്ക് വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പിന്നെ കൂടുതൽ ഡിപ്പെൻഡൻസി, കൺസൈനിനെ നമ്മൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യണം. പുവർ പെർഫോമൻസ് റിഡ്യൂസ് സെയിൽസ്. അപ്പോൾ കൺസൈനിൻ്റെ പെർഫോമൻസ് വളരെ കുറയാന്നൊക്കെ പറയുന്നത്, പെർഫോമൻസ് മോശമാവുക എന്നുള്ളത് നമ്മുടെ സെയിൽസൊക്കെ കുറക്കാനൊക്കെ കാരണമാവുന്നുള്ളതൊക്കെ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അതേപോലത്തെ അഡ്വാൻറ്റേജ് ടു കൺസൈനിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട അല്ലേ?
ഗുഡ്സ് കൺസൈനർ അയക്കും, അത് സെയിൽ കൊടുത്തതിൻ്റെ കമ്മീഷൻ എടുക്കുക. ഒരു എക്സ്ട്രാ വലിയ ഗുഡ്സ് വാങ്ങാനുള്ള പൈസ ഒന്നും ആര് ചിലവാക്കണ്ട, കൺസൈൻ ചിലവാക്കണ്ട. അത് അയാളുടെ ഒരു ബെനിഫിറ്റാണ്. നോ ഓണർഷിപ്പ് റിസ്ക്, ഓണർഷിപ്പിൻ്റെ റിസ്ക് ഇല്ല. അതായത് വിൽക്കാതെ പോണ സാധനമൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൺസൈനർക്ക് അയച്ചു കൊടുക്കുക, അത് അയാൾക്കൊരു ബെനിഫിറ്റാണ്. ഇൻകം ത്രൂ കമ്മീഷൻ, അല്ലേ? ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ, ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ചെറിയ ചെറിയ കമ്മീഷനൊക്കെ എന്ത് ചെയ്യും, കിട്ടും എന്നുള്ളത്. ഇതിനൊക്കെ ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ടാണ് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ കൊടുത്തു കേട്ടോ. ബിസിനസ് എക്സ്പാൻഷൻ, ക്യാൻ സെൽ മെനി ബ്രാൻഡ്സ് വിത്തൗട്ട് ബൈയിങ് ദം. ഒരുപാട് ബ്രാൻഡുകൾ എന്ത് ചെയ്യുക, ₹1 കൊടുക്കാതെ വാങ്ങുക, അത് വലിയൊരു എക്സ്പാൻഷനുള്ള വിൽക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഇൻകം, ആകെ കമ്മീഷൻ കിട്ടുള്ളൂ, പ്രോഫിറ്റ് മുഴുവനൊന്നും കിട്ടൂല, അതൊരു പോരായ്മയാണ്. റെസ്പോൺസിബിലിറ്റി ഫോർ ഗുഡ്സ്, എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കൺസൈനിൻ്റെ സാധനം അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ റീസണബിൾ കെയർ എന്ത് ചെയ്യണം, ഗുഡ്സിൻ്റെ മേലിൽ കൊടുക്കണം. അപ്പോൾ ഗുഡ്സിൻ്റെ മേലിൽ ഒരു ഉത്തരവാദിത്തമൊക്കെ അയാൾക്കുണ്ട്. പിന്നെ എക്സ്ട്രാ റെക്കോർഡ് കീപ്പിംഗ്, അല്ലേ? നമ്മുടെ സെയിൽസിന് പുറമെ മറ്റൊരാളുടെ സെയിൽസിൻ്റെ ഡാറ്റകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, ഡെൽ ക്രെഡിറ്റർ കമ്മീഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റിൻ്റെ, അതാണ് ക്രെഡിറ്റ് റിസ്ക് ഉദ്ദേശിക്കുന്നത്, ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കൺക്ലൂഷൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്, അനലൈസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കൺസൈൻമെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ ബോത്ത് കൺസൈനർ ആൻഡ് കൺസൈനി. ഓരോരുത്തർക്കും വരുന്ന റിസ്ക് ആണ് ഈ ട്രാൻസാക്ഷനിലുള്ള, ഈ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇത് നോക്കുക, റിസ്ക് ഇൻ കൺസൈൻമെൻറ്റ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ്. എന്തൊക്കെ റിസ്ക് ആണുള്ളത്, ആ റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നത് മാനേജ്മെൻറ്റും അതുപോലെ കൺസൈനർ എന്ത് റിസ്ക് ആണ് ഫേസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഒന്ന് റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്, ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് ആണ് ഒന്നാമത് പറയുന്നത്. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് കസ്റ്റമർ മേ ഫെയിൽ ടു പേ, അതാണ് ഒരു റിസ്ക്. ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് ഉണ്ട് അല്ലേ, പൈസ തരാതിരിക്കുക എന്നുള്ളത്. അതിന് നല്ല റിലയബിൾ ആയിട്ടുള്ള കൺസൈനിനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക, കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള കൺസൈനിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൺസൈനിക്ക് എന്ത് ചെയ്യുക, ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി കൺസൈനിക്ക് എന്ത് ചെയ്യുക, പിന്നെ നല്ല ഡെൽ ക്രെഡിറ്റർ കമ്മീഷനൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റുകളും എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഇത്ര മാത്രമേ ക്രെഡിറ്റിന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. റിസ്ക് ഓഫ് ഡാമേജ് ഓർ ലോസ് ഓഫ് ഗുഡ്സ്, അതും കൺസൈനർക്കുള്ളൊരു റിസ്ക് ആണ് അല്ലേ. ഗുഡ്സ് നഷ്ടപ്പെടാനും ഡാമേജ് ആവാനുള്ള സാധ്യത ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതിന് മാനേജ് എങ്ങനെ ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നല്ല പ്രോപ്പർ പാക്കിങ് കൊണ്ടുവരിക, ട്രാൻസ്പോർട്ടേഷൻ നല്ല സേഫാക്കി മാറ്റുക, സേഫായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, സ്റ്റോക്ക് വെരിഫിക്കേഷനൊക്കെ നടത്തുക. അപ്പോൾ അങ്ങനെ സാധ്യതകൾ ഓർക്കാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് ഡിലേ ചെയ്യുന്നിടത്ത് എന്തുണ്ട്, പേയ്മെൻറ്റ് കിട്ടുന്നിടത്ത് നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നിടത്തുള്ള ഡിലേ ഒരു റിസ്ക് ആണ്. കൺസൈനർ റിസീവ് മണി ഓൺലി ആഫ്റ്റർ ഗുഡ്സ് ആർ സോൾഡ് ആൻഡ് കളക്ഷൻസ് ആർ മെയ്ഡ്, കളക്ഷനൊക്കെ കഴിഞ്ഞ് ഗുഡ്സൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡിലേക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ മാനേജ് ചെയ്യുക, ഓരോ റെമിറ്റൻസിനും ഒരു ടൈം ലിമിറ്റ് വെക്കുക, 2 ആഴ്ച കൂടുമ്പം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ അങ്ങനെ റെമിറ്റൻസ് വെക്കുക. അതുപോലെ തന്നെ റെഗുലറായിട്ട് അക്കൗണ്ട് സെയിൽ ഇങ്ങനെ അയപ്പിക്കുക, അപ്പോൾ സെറ്റിൽമെൻറ്റ് വേഗം നടക്കും. അതുപോലെ തന്നെ ഡിലേ ഒക്കെ വല്ലാതെ വരുത്തുകയാണെന്നെങ്കിൽ അതിന് പെനാൽറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിസോണസ്റ്റി, കൺസൈനിയുടെ ഡിസോണസ്റ്റി മറ്റു കാര്യങ്ങളൊക്കെ മിസ് റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടാവും, അതൊരു റിസ്ക് ആണ്. അതിന് കൺസൈനി മേ അണ്ടർസ്റ്റാൻഡ് സെയിൽ ഓർ ഓവർ സ്റ്റേറ്റ് എക്സ്പെൻസ്. കൺസൈനി ചിലപ്പം എക്സ്പെൻസ് അനാവശ്യമായിട്ട് അധികരിപ്പിച്ച് കാണിക്കും, അതേപോലെ തന്നെ സെയിൽസ് ഒക്കെ കുറച്ച് കാണിക്കും. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, റെഗുലർ ഓഡിറ്റിങ്, സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ റെപ്യൂട്ട് ആയിട്ടുള്ള കൺസൈനിനെ സെലക്ട് ചെയ്യുക, കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള റിലയബിൾ ആയ കൺസൈനിനെ സെലക്ട് ചെയ്യുക, പിന്നെ എല്ലാതും പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ആക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ആസ്പെക്റ്റിലുള്ള ചോദ്യങ്ങളല്ല. എന്നിരുന്നാലും ഈ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ ഡിസ്കസ് ചെയ്യാണ്. എക്സാമിന് എത്രത്തോളം ചോദിക്കും എന്നുള്ളത് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യനൊന്നേ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഒന്ന് കേൾക്കാൻ മനസ്സിലാക്കാൻ നിങ്ങളുടേതായ ജനറൽ പോയിന്റിൽ എഴുതുക. മാർക്കറ്റ് പ്രൈസ് റിസ്ക്, അതായത് ചിലപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിൽ കുറയും അല്ലേ, അത് പ്രോഫിറ്റ് കുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് മിനിമം സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക, അതേപോലെ തന്നെ കൺസൈൻമെൻറ്റ് ഷോർട്ട് പീരീഡിലേക്ക് ഉപയോഗിക്കുക, പിന്നെ മാർക്കറ്റ് ട്രെൻഡ് നല്ലോണം ഫോളോ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇനി കൺസൈനി എങ്ങനെയാണ് റിസ്ക് ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, പിന്നെ റിസ്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗുഡ്സ് അല്ലേ. കൺസൈനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ള റിസ്ക് ഉണ്ട്. ഗുഡ്സിന് സേഫ് ഗാർഡ് ചെയ്യുക, തെഫ്റ്റിന്നും ഫയറിനും ഡാമേജിന്നും ഒക്കെ.
അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അതെങ്ങനെ, അതും ഇൻഷുറൻസ് കറക്റ്റ് എടുക്കുക, നല്ല പ്രോപ്പർ സ്റ്റോറേജ് കൊണ്ടുവരിക, നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുക. ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, അതായത് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് കൺസൈനിനെയും ബാധിക്കുന്നില്ലേ. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുക, റിലയബിൾ കസ്റ്റമറിന് മാത്രം വെക്കുക, എന്ന ക്രെഡിറ്റ് ചെക്ക്, ക്രെഡിറ്റ് സ്കോർ പോലത്തതൊക്കെ വെച്ചിട്ട് നല്ല ക്രെഡിറ്റ് ചെക്ക് നടത്തുക. അതുപോലെ തന്നെ കഴിയുന്നതും അഡ്വാൻസ് ആയിട്ട് തന്നെ പേയ്മെൻറ്റുകളൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്. ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോഴും അത്തരം സാധനങ്ങളൊക്കെ വരാവുന്ന ലോസും എറേഴ്സും ഒക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻവെൻറ്ററി സിസ്റ്റം പെർഫെക്റ്റ് ആക്കുക, നല്ല സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. മാർക്കറ്റ് ഡിമാൻഡ് റിസ്ക്, ഗുഡ്സ് ചിലപ്പം പെട്ടെന്ന് വിറ്റ് പോകില്ല എന്നുള്ള റിസ്ക് ഉണ്ട്. അതിന് മാർക്കറ്റ് റിസർച്ച് നടത്തുക, പ്രൊമോഷൻ അഡ്വർടൈസിങ് ചെയ്യുക, പ്രൈസിലൊക്കെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ളതിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തതാണ്, കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് 2ൻ്റെതാണ്. കൺസൈൻമെൻറ്റ് ലോസിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസൈൻമെൻറ്റ് ലോസ് നമുക്ക് ഡാമേജ്, തെഫ്റ്റ്, ഫയർ, ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് കൺസൈൻമെൻറ്റ് ലോസിന് നമ്മളായി രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. നോർമൽ ലോസ്, അതായത് ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലോസാണ് നോർമൽ ലോസ്. ഇവാപ്പറേഷൻ, ലീക്കേജ്, ബ്രേക്കേജ് ഒക്കെ പറയുന്നതാണ്. എന്നാൽ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡബിൾ ആണ്. ഫയർ, ആക്സിഡൻറ്റ്, തെഫ്റ്റ് കുറച്ച് റീസണബിൾ കെയർ കൊടുത്താൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. മറ്റത് ഗുഡ് യൂണിറ്റിൽ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അൺസോൾഡ് ഗുഡ്സ് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അൺസോൾഡ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്ലസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ത് ചെയ്യുക, കൂട്ടുക. പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക, കൂട്ടുക. ആ സ്റ്റെപ്പ് ഫസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് കോസ്റ്റ് പെർ യൂണിറ്റുകളൊക്കെ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസൈനറിൻ്റെയും ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര കാണുക, പിന്നെ കൺസൈനറിൻ്റെയും ഒക്കെ നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ പ്രൊപ്പോർഷനേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺസോൾഡ് യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. ഇനി ഈ കമ്മീഷൻ്റെ ജേണൽ എൻട്രിയാണ് ചോദിക്കുന്നത്. കമ്മീഷൻ കൺസൈനറിൻ്റെ ബുക്കിലെ കൺസൈനീൻ്റെ ബുക്കിലുള്ള കൺസൈനർ അക്കൗണ്ട് ഇട്ടിട്ട് കമ്മീഷൻ ഇങ്കാണ് ക്രെഡിറ്റ് ചെയ്തു, കൺസൈനറിൻ്റെ എത്തുന്ന കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കൺസൈനറിന് ഡെബിറ്റ് ചെയ്തു. ഇനി ലോസ് ഇൻഷുറൻസ് ഫുള്ളി റീകവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉള്ള അബ്നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രി. നമുക്ക് ലോസ് വന്നത് ഫുള്ളി റീകവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു കൺസൈൻമെൻറ്റ്, അബ്നോർമൽ ലോസ് ടു കൺസൈൻമെൻറ്റ് എന്ന് കൊടുക്കുക. അതേപോലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതില്ല. കാരണം ഫുൾ എമൗണ്ടും 1,00,000 കൺസൈൻമെൻറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ഇൻവോയ്സ് പ്രൈസ് എന്താണ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാട്ട് യു മീൻ ബൈ ഇൻവോയ്സ് പ്രൈസ് ഇൻ കൺസൈൻമെൻറ്റ് എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇൻവോയ്സ് പ്രൈസ് നമുക്കറിയാം അല്ലേ, കോസ്റ്റിനേക്കാളും ഒരു പ്രൈസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അയക്കുന്ന ആ ഒരു എമൗണ്ടിനാണ്. ഉദാഹരണത്തിന് 1000 രൂപേൻ്റെ ഒരു ഗുഡ്സ് നമ്മൾ 1200 കാണിക്കും, ഒരു മാർക്കപ്പ് അഡീഷണലി ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുക. ഇതെന്തിനാണ്, കൺസൈനിൻ്റെ അടുത്തുനിന്ന് പ്രോഫിറ്റ് എത്രയെന്ന് സീക്രട്ടായി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെല്ലിംഗ് പ്രൈസ് മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ മേലിൽ നല്ലൊരു കൺട്രോൾ, സെയിൽസിൻ്റെ മേലിൽ നല്ലൊരു കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇൻവോയ്സ് പ്രൈസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പം ഇല്ലാത്ത വില, കോസ്റ്റിനേക്കാളും വലിയ വില കൂട്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കിലും ഗുഡ്സ് സെൻഡ് ചെയ്യുന്നിടത്തും ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നിടത്തും ക്ലോസിംഗ് സ്റ്റോക്കിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വേണം. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞ എൻട്രീസാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ എൻട്രിയും കിട്ടണമെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കേൾക്കുക. ഞാൻ ഓരോ എൻട്രി ജസ്റ്റ് പറയുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിലെ പിന്നെ ഇത് പ്രോഫിറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിലുള്ള ഇത് കുറക്കണം എന്നുണ്ടെങ്കിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കൊടുത്താണെന്നുണ്ടെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ള ജേണൽ എൻട്രി ഇടുക. ക്ലോസിംഗ് സ്റ്റോക്കിലാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് സ്റ്റോക്ക് റിസർവ് എന്നുള്ള ജേണൽ എൻട്രി ഇടുക. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രീസ്. പിന്നെ എന്താണ് ജേണൽ എൻട്രി, പിന്നെ ജേണൽ എൻട്രി വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ്, ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ക്വസ്റ്റ്യൻ അല്ലേ, യെസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്.
അത് കോസ്റ്റിലാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നും, ഇൻവോയ്സ് പ്രൈസിലാണെങ്കിലും കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ആണ്. പക്ഷേ ലോഡിങ്ങിൻ്റെ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ടു കൺസൈൻമെൻറ്റ് എന്നുള്ള എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് എൻട്രിയും കൂടെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടണം എന്നുള്ളത് കൊടുക്കുക. പിന്നെ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് അടുത്ത ചോദ്യം. കൺസൈനിൻ്റെ അടുത്ത് നിന്ന് അഡ്വാൻസ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി എന്നാണ് ജേണൽ എൻട്രി. ഇനി പാർട്ട്ലി ലോസ് ഇറീക്കവറബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്നോർമൽ ലോസ് വന്ന് അത് ഫുള്ളി റീകവർ ചെയ്യാൻ പറ്റില്ല. 1,00,000 രൂപയുടെ അബ്നോർമൽ ലോസ് ഉണ്ട്, അതിൽ 60,000 നമുക്ക് കിട്ടുള്ളൂ, ബാക്കി 40,000 നമുക്ക് നഷ്ടമാണ്. അപ്പോൾ 60,000 ഇൻഷുറൻസ് കമ്പനിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, ബാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ അബ്നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രി, അബ്നോർമൽ ലോസ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ് 1,00,000 അല്ലേ, 1,00,000 എന്ന് കൊടുക്കുക. ഇനി ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു അബ്നോർമൽ ലോസ് 60,000 അല്ലേ കിട്ടുക, 60,000 എന്ന് കൊടുക്കുക. ഇനി ബാങ്കിന് പകരം പൈസ കിട്ടിയിട്ടില്ല പക്ഷെ തരുന്നുള്ള അഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ആക്കുന്ന എൻട്രിയാണ് ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് അറ്റ് ഒരു നോർമൽ ലോസ്. ഇനി ബാക്കി നമുക്ക് കിട്ടാത്തൊരു 60,000 40,000 ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് അബ്നോർമൽ ലോസ് എന്നുള്ള ജേണൽ എൻട്രി ഇടുക. ഇത്രയും കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് 25 മിനിറ്റ് കൊണ്ട് തന്നെ തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക. തിയറി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി നോക്കുക. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ്റെ ഏരിയയിൽ തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നല്ലോണം പഠിച്ച് മനസ്സിലാക്കി വെക്കുക.